മക്കളെ ഇന്ന് ചെറുപയറും കൊണ്ട് നല്ലൊരു കിടു ഐറ്റം ഉണ്ടാക്കാൻ പോവാട്ടോ. നമുക്ക് വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ചെറുപയറും കൊണ്ട് നല്ല അടിപൊളി ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഷുഗറിയർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. ഇനി ഇതാ ദോശയിലോട്ട് ഞാൻ 2 കപ്പ് ചെറുപയർ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചു. രാവിലെ കുതിർന്ന സമയത്ത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്കൊരു ഇഞ്ചി കഷ്ണം, 2 പച്ചമുളകും, ഒരു 2-3 ചെറിയ ഉള്ളിയും, ഒരു 2-3 കറിവേപ്പിലയും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇനി ഈ അരച്ച മാവിലോട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശക്കൂട്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് സാധാ ദോശ ചുടുമ്പോൾ തന്നെ ഒരു കയ്യിലൊഴിച്ച് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ പരത്തിയിട്ട് നമുക്കിത് ചൂടാകുമ്പോൾ മറിച്ചിട്ടിട്ട് എടുക്കാം. അത് ചൂടോടെ തന്നെ കഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ആട്ടോ. നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ടെന്ന് കഴിച്ചോട്ടെ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒരു രക്ഷയില്ല. നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാം, വൈകുന്നേരം രാത്രി ഡിന്നറിന് കഴിക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. എനിക്ക് വെറുതെ എന്താ പറയാ, കറിയും ചട്നിയും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ അങ്ങനെ കഴിക്കാട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ മക്കളെ ചെറുപയർ ദോശ കണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. തലേന്ന് ഇത്തിരി ചെറുപയർ വെള്ളത്തിലിടണം എന്നുള്ളൂ. അതുപോലെ നമുക്ക് സ്നാക്സ് ആയിട്ട് വൈകിട്ട് കഴിക്കാം, അതുപോലെ ഉച്ചയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉച്ചക്കും കഴിക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഡിന്നറിന് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ആ ഇഞ്ചിയുടെയും കറിവേപ്പിലയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പല വെറൈറ്റീസ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതിൽ നമുക്ക് ഉള്ളി അരിഞ്ഞിട്ടിട്ട് അതുപോലെ മുട്ട പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാതും ടേസ്റ്റാട്ടോ. അതുപോലെ ഇതിലേക്ക് തക്കാളി ചട്നി, അതുപോലെ സാദാ ചട്നി എന്ത് കൂട്ടിയിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ.